ഒരു കുറ്റാന്വേഷണ ചിത്രമിറങ്ങുമ്പോൾ ഒരു പ്രേക്ഷകൻ ആദ്യം ശ്രദ്ധിക്കുക മുൻപ് വന്ന സിനിമകളിൽ നിന്ന് എന്താണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്നതായിരിക്കും. അഭിനേതാക്കൾ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, കഥാപരിസരം, അവതരണ രീതി എന്നിവയെല്ലാം അവയിൽ ചില ഘടകങ്ങൾ മാത്രം. പൊതുവെ സമാധാനപ്രിയമായ സിനിമകൾ മാത്രം ചെയ്തുവന്നിരുന്ന ജിസ് ജോയി എന്ന സംവിധായകൻ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രവുമായി വരുന്നു എന്നതായിരുന്നു തലവൻ എന്ന ചിത്രത്തെ കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. മലബാറിലെ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഒരു പോലീസ് കഥ എന്നതിലുപരി വൈകാരികമായ തലം കൂടി ആസ്വാദകർക്ക് മുന്നിലേക്കെത്തിക്കുന്നുണ്ട് തലവൻ. അമ്പിനും വില്ലിനും അടുക്കാത്ത സി.ഐയും എസ്.ഐയുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ഒരു കൊലപാതകേസിനു പിന്നാലെ 2 വ്യത്യസ്ത വഴികളിലൂടെ ഇരുവരും സഞ്ചരിക്കുന്നതാണ് തലവന്റെ ആകെത്തുക. ഒരു കൊലപാതകം നടക്കുന്നു. അതിനു പിന്നിലെ കുറ്റവാളിയാരെന്ന് പോലീസോ അന്വേഷണ ഏജൻസിയോ കണ്ടെത്തുന്നു. പൊതുവെ കുറ്റാന്വേഷണ സിനിമകളിൽ ജനപ്രിയമാർന്ന ഒരു രീതിയാണിത്. എന്നാൽ ഈ ശൈലിയിൽ നിന്ന് ഒന്നു മാറി നടക്കുന്നുണ്ട് തലവൻ. സി.ഐ ജയശങ്കർ, എസ്.ഐ കാർത്തിക് എന്നിവരാണ് സിനിമയിലെ നായകന്മാർ. ഇവർ ആരാണെന്നും എന്താണ് ഇവരുടെ ജീവിത പശ്ചാത്തലമെന്നും കൃത്യമായി പറഞ്ഞ ശേഷമാണ് സിനിമ അതിന്റെ യഥാർത്ഥ ട്രാക്കിലേക്ക് കടക്കുന്നത്. 2 പേർ 2 വ്യത്യസ്ത വഴികളിലൂടെ നടത്തുന്ന കേസന്വേഷണമായതുകൊണ്ട് ആരാദ്യം കുറ്റവാളിയിലേക്കെത്തും എന്ന ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. ഇവർ 2 പേരുടെയും സ്വഭാവ സവിശേഷതകൾ നേരത്തെ തന്നെ പറഞ്ഞുവച്ചിട്ടുള്ളതിനാൽ ആ രീതിയിലുള്ള കൗതുകവും കഥാഗതിയിലുണ്ട്. ജയശങ്കറായി ബിജു മേനോനും എസ്.ഐ കാർത്തിക് ആയി ആസിഫ് അലിയും എത്തിയിരിക്കുന്നു. മുൻകോപവും വാശിയുമെല്ലാമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷം ഇരുവരും മികച്ചതാക്കിയിട്ടുണ്ട്. എടുത്തുപറയേണ്ട മറ്റൊരാൾ കോട്ടയം നസീറാണ്. രഘു എന്ന കൺമുന്നിൽ കണ്ടാൽ ഒറ്റയടി കൊടുക്കാൻ തോന്നുന്ന സിവിൽ പോലീസ് ഓഫീസറുടെ വേഷം കുറ്റമറ്റതായി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. റോഷാക്കിന് ശേഷം കോട്ടയം നസീറിന് തന്റെ കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് തലവനിലേത്. മിയ, അനുശ്രീ എന്നിവരുടെ വേഷങ്ങൾ നൊമ്പരപ്പെടുത്തും. ദിലീഷ് പോത്തൻ, ടെസ്സ, ശങ്കർ രാമകൃഷ്ണൻ, ജോജി കെ. ജോൺ, ദിനേശ്, അനുരൂപ്, നന്ദൻ ഉണ്ണി, ബിലാസ്, രഞ്ജിത്ത് എന്നിവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയാക്കി. ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട്ട് എന്നിവർ തിരക്കഥാകൃത്തുക്കളെന്ന നിലയിൽ മലയാള സിനിമയിലേക്കുള്ള തുടക്കം ധീരമാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ കുറ്റാന്വേഷണ ചിത്രം കാണാനായി ടിക്കറ്റെടുക്കാം തലവൻ.